പ്രിയന്റെ ഒരു തമിഴ് പടത്തിൽ മാത്രം അഭിനയിച്ച മലയാളത്തിന്റെ നടനവിസ്മയം ലാലിനെ തേടി സാക്ഷാൽ മണിരത്നത്തിന്റെ കോൾ വന്നു. മലയാളത്തിൽ വലിയ തിരക്കുകളിൽ നിന്ന സമയമായതിനാൽ ലാൽ തമിഴ് സിനിമ വേണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു. എന്നാൽ സാക്ഷാൽ മണിരത്നം ഒരു സിനിമയ്ക്ക് വേണ്ടി ലാലിനെ വിളിച്ചത് എന്തായാലും വെറുതെയാകില്ല എന്ന് മോഹൻലാലിനും തോന്നി. ആ ചിന്ത വെറുതെയുമായിരുന്നില്ല. അതെ, 1997 മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം ഇരുവറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തമിഴ്നാട് കണ്ട 3 ഇതിഹാസങ്ങളായ കരുണാനിധി, എം.ജി.ആർ, ജയലളിത, അവരുടെ സിനിമ, രാഷ്ട്രീയ, വ്യക്തിജീവിതമാണ് ചിത്രത്തിന്റെ കാതൽ. മോഹൻലാൽ എം.ജി.ആറായി വേഷമിട്ട ചിത്രത്തിലെ പ്ലസ് ലാലിന്റെ എം.ജി.ആർ ആയുള്ള പകർന്നാട്ടമായിരുന്നു. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും ശക്തവും വ്യത്യസ്തവുമായ ക്യാരക്ടറായിരുന്നു ഇരുവരിലേത്. 1940 നടന്ന കഥയുടെ പശ്ചാത്തലത്തിലായിരുന്നു എം.ജി.ആറിന്റെ ജീവിതം മണിരത്നം ഇരുവറിൽ പകർത്തിയത്. ആനന്ദ്, തമിഴ് സെൽവൻ എന്നീ സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ ആനന്ദായി മോഹൻലാലും തമിഴ് സെൽവനായി പ്രകാശ് രാജും വേഷമിട്ടു. സാക്ഷാൽ ലോകസുന്ദരി ഐശ്വര്യയുടെ ആദ്യ ചിത്രമായിരുന്നു ഇരുവർ. ആനന്ദിന് സിനിമയെന്നാൽ ഒരു പാഷൻ മാത്രമായിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. തമിഴ് സിനിമാലോകത്ത് തനിക്കായി ഒരു സ്ഥാനം വേണമെന്ന് ആനന്ദൻ ആഗ്രഹിച്ചു. എന്നാൽ ചെറിയ റോളുകളും അപമാനങ്ങളും ആനന്ദിനെ തളർത്തി. എന്നാലും അയാൾ സിനിമയ്ക്ക് വേണ്ടി തന്നെ ജീവിച്ചു. തൻ്റെ കൂടെ എന്തിനും ഏതും സപ്പോർട്ടായി കവിയും രാഷ്ട്രീയക്കാരനുമായ തമിഴ് സെൽവനും ഉണ്ടായിരുന്നു. തുടക്കകാലത്ത് സിനിമയിൽ നിന്നും അപമാനങ്ങൾ നേരിട്ടുവെങ്കിലും പിന്നീട് വെച്ചടി അദ്ദേഹം ഉയർച്ചകളിലേക്ക് കയറി. സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന തമിഴ്നാട്ടിൽ ആനന്ദൻ പിന്നീട് സൂപ്പർ താരമാകുന്നു. തമിഴ് സെൽവൻ മുഖ്യമന്ത്രിയും. പിന്നീട് അവർ തമ്മിൽ അകലുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ. എം.ജി.ആറിന്റെ മരണവും ജീവിതവും, ഇടയ്ക്കുണ്ടായ എം.ജി.ആറിന് നേരെയുള്ള വെടിവെപ്പും, പ്രണയവും രാഷ്ട്രീയ ജീവിതവും, സിനിമാ ദൈവമായി തമിഴ് ലോകം ആരാധിച്ച സിനിമ വഴിയും ഇരുവരിലൂടെ മണിരത്നം സമർത്ഥമായി തിരശ്ശീലയിൽ കാണിച്ചു. അതിനാൽ തന്നെ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ ഇഷ്യൂസുമുണ്ടായി. ചിത്രത്തിന്റെ പല രംഗങ്ങളും കട്ട് ചെയ്താണ് സെൻസർ ബോർഡ് ചിത്രത്തെ ഇറക്കിയത്. അത്രയും പ്രശ്നങ്ങൾ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിനുണ്ടായിരുന്നു. റിലീസായതിനു ശേഷവും പല പ്രശ്നങ്ങളുമുണ്ടായി. അത് ചിത്രത്തിന്റെ സാമ്പത്തിക വിജയത്തെയും ബാധിച്ചു. നല്ലൊരു ചിത്രമായിരുന്നിട്ട് കൂടി ചിത്രം വലിയൊരു വിജയമായില്ല. ശരാശരി വിജയത്തിൽ ഇരുവർ ഒതുങ്ങി. ചിത്രം പരാജയ രുചി അറിഞ്ഞു. എന്നിരുന്നാലും ചിത്രം ലാൽ ഭാവങ്ങളാലും മണിരത്നത്തിന്റെ വിഷ്വൽ ക്രാഫ്റ്റ് മേക്കിംഗ് കൊണ്ടും ക്ലാസിക്കായി മാറി. ചിത്രത്തിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായി മാറി. സിനിമാ മോഹമായി നടക്കുന്ന ഡയറക്ടേഴ്സിന് ഒരു പാഠക പുസ്തകമാണ് ഇരുവർ.